എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സൈലം. അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ? അപ്പം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് A+ ഷുവർ ആക്കാൻ പറ്റുന്ന 20 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വേഗം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാൽ അപ്പം മാക്സിമം നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആർട്ടറിയൽ വോൾസ്. ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏതാണെന്നാണ് ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം അതെറോസ്ക്ലെറോസിസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ ധമനി ഭിത്തികളിൽ വരുന്ന ഏതാണ്? അതെറോസ്ക്ലെറോസിസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കാം. ചൂസ് ദ കറക്റ്റ് പെയർ ആണ്. കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പെയർ ഏതാണ്, ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പെൽവിസ് റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻറ്റു. അതുപോലെ അഫറൻ വെസൽ എന്ന് പറയുന്ന ബ്ലഡ് വെസൽ ദറ്റ് കംസ് ഔട്ട് ഓഫ് ബോമാൻസ് ക്യാപ്സൂൾ. ബോമാൻസ് ക്യാപ്സൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴൽ. അതുപോലെ കോർട്ടെക്സ് ഡാർക്ക് കളേർഡ് റീജിയൻ ഫ്രം ദി ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി എന്നാണ്. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം എന്നാണ് പറയുന്നത്. മെഡുല്ല വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം. നമുക്കറിയാലേ കോട്ടക്സും അതുപോലെ മെഡുലയും പറഞ്ഞുള്ള തെറ്റാണ്. അതുപോലെ അഫറൻ വെസൽ അല്ല, അവിടെ വരേണ്ടത് ഇഫറൻ വെസലാണ്. അഫറൻ വെസൽ നിന്ന് അകത്തേക്ക് വരുന്ന കുഴലാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തേതാണ്. പെൽവിസ് എന്ന് പറയുന്നത് എന്താണ്? അരിപ്പികളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന കുഴൽ തന്നെയാണ് അല്ലേ? അപ്പോൾ കറക്റ്റ് മാച്ച് പെയർ കിട്ടിയല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ ആണ്. ചിത്രീകരണത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പേശി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാലേ അല്ലെ, എന്ത് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് റിബ്സ് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിബ്സ് വാരിയലുകൾ ഉയരുന്നത് ഏത് പേശികളുടെ പ്രവർത്തനം മൂലമാണ്? നമുക്കറിയാം ഇന്റർകോസ്റ്റൽ മസിൽ ആണ്, ഇന്റർകോസ്റ്റൽ പേശികളാണ് എന്ന് വ്യക്തമായിട്ട് എഴുതാലോ. യെസ്. അങ്ങനെയാണെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാ വേർഡ് പെയർ ആണ്. പദബന്ധം നോക്കിയിട്ട് പൂരിപ്പിക്കാനാണ്. സിസ്റ്റോളിക് പ്രഷർ 120 mmHg ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മറ്റേ 80 mmHg എന്ന് പറയുന്നത് എന്താണ്? യെസ്, അതെന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ ആണ് അല്ലേ? അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ ആണ്. ഡയസ്റ്റോളിക് പ്രഷർ ആണ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് എഴുതാം. ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ അവിടെ എഴുതാ ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പോൾ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. അടുത്തത് നോക്കാം. അനലൈസ് ദ ഗിവൺ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഐഡന്റിഫൈ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേർന്നാൽ കാർബാമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേർന്നാൽ എന്തായി മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാവുന്നത് അല്ലേ? ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോൾ എന്തായി മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ചേരുന്നു. അത് കിട്ടിയല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും ആണെങ്കിൽ കാർബാമിനോ ഹീമോഗ്ലോബിൻ, ഓക്സിജനും ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ചേരുന്നു. ഇനി അടുത്ത് നോക്കാം. അനലൈസ് ദ ഗിവൻ പോയിന്റ്സ് ആൻഡ് ഐഡന്റിഫൈ വിച്ച് ബ്ലഡ് സെൽ ഈസ് മെൻഷൻഡ് ബിലോ. താഴെ തന്നിരിക്കുന്നത് ഏത് രക്തകോശമാണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ രക്തത്തിലെ മറ്റു കോശങ്ങൾ ഏതാണെന്നും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഡിസ്ക് ഷേപ്ഡ് ആണ് തന്നിട്ടുണ്ട്. ഡിസ്കിന്റെ ആകൃതിയാണ്. 1 മില്ലി ലിറ്ററിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഇത് കാണുന്നുണ്ട്. 45 to 60 ലാഖ് കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതാരാണ്? മറ്റാരുമല്ല, നമ്മുടെ RBCs ആണ് അല്ലേ? രക്താണുക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തേത് മറ്റ് രക്തങ്ങൾ എന്തൊക്കെയാണ് രക്തകോശങ്ങൾ കാണുന്നത് നമുക്കറിയാം. ശ്വേത രക്താണുക്കൾ, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെയാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ബ്ലഡിൽ കാണുന്നത്. അപ്പോൾ അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ഫിഗർ ആണ്. നമുക്കറിയാം ഇത് എന്തിന്റെ ഫിഗർ ആണെന്നുള്ളത്. നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ABCD എന്താണെന്ന് മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. A എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക? ഈ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ് അല്ലേ? അപ്പം അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഏതാണ്? അഫറന്റ് വെസൽ ആണ് അല്ലേ? അഫറന്റ് വെസൽ ആണ്. ഇനി B എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? ഗ്ലോമറുലസ് ആണ് അല്ലേ? ആ ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഗ്ലോമറുലസ് ആണ്. അതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി C എന്ന് പറയുന്നത് നോക്കി, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ C എന്ന് പറയുന്നത് എന്താണ്? എഫറന്റ് വെസൽ ആണ് അല്ലേ? എഫറന്റ് വെസൽ. ഓക്കെ, അപ്പൊ അതും നമ്മൾ എഴുതി. എഫറന്റ് വെസൽ ആണ്. ഇനി D എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കളക്ടിങ് ഡക്റ്റ് ആണ്. യൂറിനെ കളക്ട് ചെയ്യുന്ന കളക്ടിങ് ഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ശേഖരണ നാളി എന്ന് പറയുന്നു. എന്താണ്? ശേഖരണ നാളി എന്ന് പറയുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇവിടെ നോക്കാം, ചിത്രം തന്നിട്ടുണ്ട്. ദ ഫ്ലൂയിഡ് X to intercellular place and the fluid X flows back to capillary എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് അല്ലേ? ടിഷ്യൂ ദ്രവമാണ്. ഇനി ഇതിന്റെ ധർമ്മം, ഈ ദ്രവവും രക്തവും എങ്ങനെ വ്യത്യാസം
വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. രക്തവും ബ്ലഡും ടിഷ്യൂ ഫ്ലൂയിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അരുണ രക്താണുക്കൾ, പ്രോട്ടീൻ തന്മാത്രകൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയില്ല. ബ്ലഡിൽ കാണുന്ന പോലെ ടിഷ്യൂ ഫ്ലൂയിഡിൽ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഡിഫറൻസും കൂടെ എഴുതാം. ഇനി അടുത്ത നോക്കാം. Analyze information given in the box and answer the following question. Name the diseased state in which blood pressure increases above the rate. അല്ലെ, ഈ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്നും ഈ അസുഖം എന്താണെന്നും ചോദിച്ചിരിക്കുന്നത്. അപ്പം അമിത രക്തസമ്മർദ്ദം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഹൈപ്പർ ടെൻഷൻ ആണ് അല്ലെ. അപ്പം അൺഹെൽത്തി ഹാബിറ്റ്, അതുപോലെ തന്നെ എന്താണ് കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത്, ഫാറ്റ് കഴിക്കുന്നത്, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. അപ്പം ആരോഗ്യപരമല്ലാത്ത ജീവിതശൈലി വരുമ്പോഴാണ് ഈ തരത്തിലുള്ള അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. അപ്പം ഈ രോഗത്തെ ഐഡന്റിഫൈ ചെയ്യണം. അതിൻ്റെ എന്ത് ചെയ്യുക, ഏതാണ് അതിൻ്റെ ഈ ഒരു കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, വ്യായാമക്കുറവ്, എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് വ്യക്തമായി ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് 2 മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യും. അപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ. അടുത്ത നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ലങ്സിന്റെ തന്നിട്ടുണ്ട്, ബ്രോങ്കൈറ്റിസും മറ്റേ ഐന്ന് തന്നിട്ടുണ്ട്. സ്വെല്ലിംഗ് ഓഫ് ലങ്സ് ആണ്, മറ്റേത് റപ്ചറിംഗ് ഓഫ് ആൽവിയോളാണ്. അപ്പോൾ വായു വറ പൊട്ടുന്നത് ഏത് രോഗമാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഏതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ വായു വറ പൊട്ടുന്നതാണ് ഇതിന്റെ എംഫിസിമ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ നോക്കാം അല്ലെ. ഹൗ ഡസ് ദ റപ്ചറിംഗ് ഒക്കേഴ്സ്, എങ്ങനെയാണ് റെഡ്യൂസസ് ദ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റെഡ്യൂസ് വൈറ്റൽ കപ്പാസിറ്റി. ആ ഒരു ശ്വസന പ്രതല വിസ്തീർണം കുറയും, അതനുസരിച്ച് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ അമോണിയ യൂറിയ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഈ ഒരു പ്രക്രിയ നമ്മൾ പഠിക്കുന്നത് ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേർ ഡസ് ദിസ് ടേക്സ് പ്ലേസ് ആൻഡ് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. ഈ ഒരു കെമിക്കൽ പ്രോസസ് എഴുതാനുമാണ്. നമുക്കറിയാം ഇത് ലിവർ കരളിൽ വെച്ചിട്ടാണ് ഈ ഒരു അമോണിയനെ യൂറിയയാക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത്. അതെന്താണ്, ഉപാപചയ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടാവുന്നതാണ് ഈ അമോണിയ എന്ന് പറയുന്നത്. അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നോക്കുക, അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നു എൻസൈമിന്റെ ആക്ഷൻ വഴി അത് എന്തായി മാറുന്നു, യൂറിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ ആ റിയാക്ഷൻ എന്തായാലും പഠിച്ചു വെക്കണം, മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ. ഈ ഫ്ലൂയിഡ് ഏതാണെന്ന് കണ്ടെത്തണം. ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, ഹൗ ഇസ് ഇറ്റ് ഫോം, ചൂസ് ദ കമ്പോണൻസ്, എന്തൊക്കെയാണ് ഈ കമ്പോണൻസ് യൂറിനിൽ ഇല്ലാതെ വരുന്നത് എന്ന് എഴുതണം. വാട്ട് ഈസ് ദ റീസൺ എന്നുള്ള എഴുതണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് കാണുന്നുണ്ട്. യൂറിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് ഗ്ലോമറൽ ഫിൽട്രേറ്റ് ആണ്. ആൻഡ് ഇതെങ്ങനെയാണ്, വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ഗ്ലോമറുലസ് അൾട്രാ ഫിൽട്രേഷൻ ടേക്സ് പ്ലേസ് അല്ലെ. സൂക്ഷ്മ അരിക്കൽ വഴിയാണ് ഈ പറയുന്ന അരിപ്പകളിലൂടെ എന്ത് ചെയ്യുന്നത്, ധരിച്ചെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പം യൂറിനിൽ എന്തുണ്ടാവില്ല, ഗ്ലൂക്കോസും അമിനോ ആസിഡ് ഉണ്ടാവില്ല. അത് പൂർണ്ണമായിട്ടും റീഅബ്സോർബ് ചെയ്ത് കഴിയുന്നുണ്ട്. ഇനി എങ്ങനെയാണിത്, സൂക്ഷ്മ അരിക്കലിന് ശേഷം രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു, ലോമിക ജാലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വൃക്ക നൽകിയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അങ്ങനെ ആ ഒരു വീണ്ടും റീഅബ്സോർബ് ചെയ്യുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, റീനൽ ട്യൂബ്യൂളിൽ നിന്ന് ഈ ഒരു മൂത്രത്തിൽ ഈ ഒരു അമിനോ ആസിഡും ഗ്ലൂക്കോസും കാണപ്പെടാതെ അപ്പം വീണ്ടും എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ABC എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, 4 മാർക്കോളമാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അപ്പം അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം എപ്പോഴും സ്കോർ നോക്കി അതിനനുസരിച്ച് മാർക്ക് എഴുതാൻ, പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ രീതിയിൽ മാർക്കിങ്ങും സ്കോറിങ്ങും മനസ്സിലാക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.